സനാതന സുദർശനം ചാനൽ. ഞാൻ ഹരിലാൽ രാജൻ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും അമർത്തുക. അക്ഷയപാത്രവും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തവാത്സല്യവും. പാണ്ഡവന്മാരുടെ വനവാസകാലത്ത് അനവധി സാധു സജ്ജനങ്ങൾ കാട്ടിൽ ചെന്ന് അവരെ സന്ദർശിച്ചു കൊണ്ടിരുന്നു. അതിഥികളെ വേണ്ട പോലെ സൽക്കരിച്ച് പൂജിക്കുന്നതിന് വനത്തിൽ വിഭവങ്ങളുടെ കുറവ് ഒരു തീരാ പ്രശ്നമായി. യുധിഷ്ഠിരൻ സൂര്യനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി. സന്തുഷ്ടനായ സൂര്യദേവൻ അക്ഷയപാത്രം സമ്മാനിച്ചു. അതിഥി പൂജയ്ക്കും അവരുടെ ആഹാരത്തിനും വേണ്ടത്ര വിഭവങ്ങൾ അന്നന്ന് ആ പാത്രത്തിലുണ്ടാകും. ഗൃഹനായികയായ ദ്രൗപദിയുടെ ഊണ് കഴിഞ്ഞാൽ അക്ഷയപാത്രത്തിൽ ഒന്നും പിന്നെ ഉണ്ടാവുകയില്ല. അക്ഷയപാത്രത്തിന്റെ പ്രത്യേകത ഇതായിരുന്നു: വനത്തിൽ നിത്യവും സദ്യ തന്നെ. അതിഥികളുടെ വരവിന് കണക്കില്ലായിരുന്നു. ലോകം പാണ്ഡവരെ വാഴ്ത്തി. പാണ്ഡവരുടെ യശസ്സ് ദുര്യോധനന് കണ്ണുകടിയുണ്ടാക്കി. അനുഗ്രഹീതരായ അവരെ നിർവീര്യന്മാരാക്കുന്നതിന് പല മാർഗങ്ങളും അവൻ ആരാഞ്ഞുകൊണ്ടിരുന്നു. ഒരിക്കൽ മുൻകോപിയായ ദുർവാസാവു മഹർഷിയെയും 10,000 ശിഷ്യന്മാരെയും ദുര്യോധനൻ ശ്രദ്ധാപുരസ്സരം ശുശ്രൂഷിച്ച് സൽക്കരിച്ചു. സന്തുഷ്ടനായ മഹർഷി ദുര്യോധനന് ഇഷ്ടമുള്ള വരം കൊടുക്കാൻ തയ്യാറായി. കുടിലബുദ്ധിയായ ദുര്യോധനൻ പാണ്ഡവന്മാരുടെ നാശം മനസ്സിൽ കണ്ടുകൊണ്ട് ആക്ഷേപിച്ചു: അങ്ങ് ഞങ്ങളുടെ പൂജാപുരസ്കാരങ്ങളാൽ സന്തുഷ്ടനായതിൽ ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യമാണ്. ദ്വൈതവനത്തിൽ യുധിഷ്ഠിരാദികളും താമസിക്കുന്നുണ്ട്. യുധിഷ്ഠിരന്റെ അതിഥിപൂജ വളരെ ശ്രേഷ്ഠമെന്ന് കേൾക്കുന്നു. മഹർഷി അവരുടെ സൽക്കാരം കൂടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിമതം. ദുർവാസാവ് മഹർഷി സമ്മതിച്ചു. ദ്രൗപദിയുടെ ആഹാരം കഴിഞ്ഞിരിക്കുന്ന സമയം നോക്കി ദുര്യോധനൻ മഹർഷിയെയും ശിഷ്യഗണത്തെയും പാണ്ഡവന്മാരുടെ അടുത്തേക്ക് അയച്ചു. അക്ഷയപാത്രത്തിൽ ഒന്നും ഇല്ലാത്ത സമയത്ത് ദുർവാസാവ് കാട്ടിൽ ചെന്നാൽ നിർധനരായ പാണ്ഡവന്മാർക്ക് മഹർഷിയെ വിധിപ്രകാരം സൽക്കരിക്കാൻ സാധിക്കുകയില്ലെന്നും കോപിച്ചുകൊണ്ട് മഹർഷി അവരെ ശപിക്കുമെന്നും ആയിരുന്നു ദുര്യോധനന്റെ വിചാരം. മാമുനി യുധിഷ്ഠിരനെ സന്ദർശിച്ച് തങ്ങൾക്ക് വിശപ്പധികമായിരിക്കുന്നുവെന്നും കുളിച്ചു വന്നയുടനെ ആഹാരം നൽകണമെന്നും പറഞ്ഞിട്ട് കുളിക്കാൻ നദിയിലേക്ക് പോയി. മുനിഗണം കുളിക്കാൻ പോയ ശേഷം യുധിഷ്ഠിരൻ ദ്രൗപദിയെ വിവരമറിയിച്ചു. ദ്രൗപദിയുടെ ആഹാരം കഴിഞ്ഞിരുന്നതുകൊണ്ട് അക്ഷയപാത്രം തികച്ചും കാലിയായി. ഗത്യന്തരമില്ലാതെ പാഞ്ചാലി അശരണശരണനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ വിളിച്ചു കരഞ്ഞു. തങ്ങളെ മുനിശാപത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു. നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല എന്നാണല്ലോ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. ഹൃദയം നൊന്ത് വിളിച്ചാൽ ഭഗവാൻ വിളി കേൾക്കും. ദ്വാരകയിൽ നിന്നും കൃഷ്ണൻ ഓടിവന്നു. ദ്വൈതവനത്തിലെത്തിയപ്പോൾ ഭഗവാന് വിശപ്പ് സഹ്യം. ബ്രഹ്മാണ്ടം മുഴുവൻ തന്റെ കുക്ഷിയിൽ ഒതുക്കിയിരിക്കുന്ന മായാമാധവന് വിശന്നാൽ എന്താ ചെയ്യുക? വിശക്കുന്നു എന്ന വിളിയോടെ കണ്ണൻ ദ്രൗപദിയുടെ മുമ്പിൽ പ്രത്യക്ഷനായി. ആ സ്വാതി ധർമ്മസങ്കടത്തിൽപ്പെട്ടു. ഒരു വശത്ത് ദുർവാസാവിന്റെ ശാപം തുറച്ചു നോക്കുന്നു, മറുവശത്ത് ജീവന്റെ ജീവനായ ഗോപാലകൃഷ്ണൻ ആഹാരത്തിന് കൈനീട്ടുന്നു. അക്ഷയപാത്രത്തിൽ ഒന്നുമില്ലല്ലോ എന്ന് പാഞ്ചാലി കൈമലർത്തി. പാത്രം കൊണ്ടുവരൂ, ഞാനൊന്ന് പരിശോധിക്കട്ടെ. വിശപ്പ് സഹിക്കുന്നില്ലെന്ന് കൃഷ്ണൻ പറഞ്ഞു. ലീലാമാനുഷന് കാലിപ്പാത്രം നിവേദിച്ചു ദ്രൗപദി. കണ്ണൻ പരിശോധിച്ചു. പാത്രത്തിന്റെ വക്കിൽ പറ്റിയിരിക്കുന്ന ചീരയിലയുടെ ഒരു കഷ്ണം കിട്ടി. കൃഷ്ണൻ ആർത്തിയോടെ അത് ഭുജിച്ച് തൃപ്തനായി. സർവഭൂതാത്മഭൂതനായ ശ്രീഹരി മഹാവിഷ്ണു കൃഷ്ണൻ അത് കഴിച്ചപ്പോൾ എല്ലാവർക്കും തൃപ്തിയായി. ദുർവാസാവും ശിഷ്യഗണങ്ങളും മൃഷ്ടാന്ന ഭോജനത്തിന്റെ സംതൃപ്തി അനുഭവിക്കുകയുണ്ടായി. ഇനി ഒരു തുള്ളി വെള്ളം പോലും ഉള്ളിലേക്ക് ഇറക്കാൻ കഴിയില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നു. ആ നിലയിൽ ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. അവർ ഒന്നടങ്കം സ്ഥലം വിട്ടു.
അവരെ ക്ഷണിക്കാൻ ചെന്ന ഭീമസേനനെ ക്ഷമാപണപൂർവം തിരിച്ചയക്കുകയാണുണ്ടായത്. ശ്രീകൃഷ്ണന്റെ മായാവൈഭവം അവാച്യം, ഭക്തവാത്സല്യം അവർണ്ണനീയം. ഭഗവാൻ കൃഷ്ണന്റെ അപാര കാരുണ്യം കൊണ്ട് പാണ്ഡവർ മുനിശാപത്തിൽ നിന്നും രക്ഷപ്പെട്ടു. കൃഷ്ണൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും അമർത്തുക.